ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ചട്ടിച്ചോറ് കഴിക്കാൻ ഒരു പൂതി കിട്ടും. അങ്ങനെ വലിയ രീതിയിലുള്ള ചട്ടിച്ചോറ്, നല്ലൊരു കുഞ്ഞൊരു ചട്ടിച്ചോറ്. അപ്പോൾ അത് സെറ്റാക്കില്ല. അതിനകത്ത് ഞാൻ ചമ്പാവരി ചോറ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കപ്പയില്ലേ, കപ്പ ഇളക്കിയത്, ചീരയില്ലേ, പച്ച ചീര തോരൻ വെച്ചതാണ്. പിന്നെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള മീൻ പൊരിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ തലേ ദിവസം വെച്ചിട്ടുള്ള മീൻ കറിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ചാറ് കപ്പയിലും കൂടെ ഒഴിച്ചു കൊടുക്കണമുണ്ട് കേട്ടോ. ഇനി വേണ്ട മെയിനായിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ കാന്താരി കേട്ടോ. ഇത് നമ്മൾ പുളിയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിച്ചാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാന്താരി കഴിക്കേണ്ടത്. ചട്ടിച്ചോറിന് കാന്താരി ഉണ്ടെങ്കിൽ, അതായത് കപ്പയും മീൻ കറിക്ക് ഉണ്ടെങ്കിൽ കാന്താരി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ കാന്താരി ഞാൻ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചീര വെച്ചു, പിന്നെ നമ്മൾ കുറച്ച് കപ്പ് വെച്ചു, പിന്നെ മീൻ വെച്ചിടുന്നുണ്ട്. പിന്നെ ഈ പൊരിച്ച മീനിനെ പറ്റി പറയണത് ഒരു രക്ഷയില്ല. ഭയങ്കര നീച്ച വെള്ളം, നല്ല സൂപ്പർ മീനാണ്. ഇപ്പം അങ്ങനെ നീച്ച വെള്ളം മീനൊന്നും കിട്ടലില്ല. ഇതെന്തോ ഭാഗ്യത്തിന് കിട്ടിയതാട്ടോ. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ച് മറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിച്ചാൽ മതി. എൻ്റെ മുഖത്തെ സന്തോഷം നോക്കി കേട്ടോ. എനിക്കാണെങ്കിൽ വായിലിങ്ങനെ വെള്ളം വന്നിട്ടിരിക്കുകയാണ്, കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധ്യമില്ല. അപ്പോൾ അത് കഴിച്ച് നോക്കി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചട്ടിച്ചോറ് ഉണ്ടാക്കി കഴിക്കണം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്താണ്, നമ്മൾ ഈ കാന്താരി ഇല്ലേ, കാന്താരി പൊട്ടിച്ച വഴിക്ക് തന്നെ മുഖത്തേക്ക് തെറിച്ചിട്ടാ. അത് സംഭവം ഈ പുളിയിൽ ഇട്ട് വെച്ചിരുന്നിട്ട് ഈ കാന്താരിയിൽ വെള്ളം, ആ പുളി വെള്ളമല്ലേ കയറി നിറഞ്ഞിരുന്നിട്ടിട്ട് അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. സംഭവം ഭയങ്കര സെറ്റ് സാധനമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ. ടാറ്റാ ബൈ.